പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് സബോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരൽപ്പം മുതിര വറുത്തതിന് ശേഷം ഒരു രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. പച്ചക്കായ അരിഞ്ഞെടുത്തത്. ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു ചട്ടി എടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് മുതിര, സബോള, പച്ചക്കായ, 2 പച്ചമുളക് നീളത്തിലൊന്ന് കട്ട് ചെയ്തത്, ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇതിലേക്ക് നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ചെറിയുള്ളി കട്ട് ചെയ്തത്, തേങ്ങ തിരുമിയത്, തേങ്ങയുടെ ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് 1 ഏലക്കയും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലാണ് നമ്മൾ ഇന്ന് മുതിരയും വാഴക്കയും തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ്. ഇത് കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് അയക്കുവാൻ മറക്കരുത്. 1 തണ്ട് കറിവേപ്പില, ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയം തീ ഓഫ് ചെയ്യുക. മിക്സിയുടെ ചാറെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിയിട്ട് കൊടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. 1 വെളുത്തുള്ളി അരിഞ്ഞെടുത്തത്, 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, തീ ഓഫ് ചെയ്യുക. അടുപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് കറി. ഇതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിൽ ചോറിനൊപ്പം കുഴച്ച് കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ മുതിര വാഴയ്ക്ക കോമ്പിനേഷനിൽ തയ്യാറാക്കിയെടുത്ത നല്ലൊരു കറിയാണ്. നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ്. ഇനി ഇതിലേക്ക്
ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരല്പം നെയ്യാണ്. ഇതിനി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കറി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ലാസ്റ്റായിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വളരെ നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്